ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതലയേൽക്കുമ്പോൾ പോലീസ് സേനയുടെ സുഗമമായ മുന്നോട്ടു പോക്കിന് ഒട്ടേറെ വെല്ലുവിളികൾ കൂടി മറികടക്കേണ്ടതുണ്ട്. വലിയ തിരുത്തലുകളും നവീകരണവും ഒക്കെ സേനയിൽ വേണം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നതെങ്കിൽ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉടൻ പുറത്തിറങ്ങിയേക്കും. ആദ്യ മന്ത്രിസഭായോഗം തന്നെ ഈ നിയുക്ത MLA ആയിട്ടുള്ള AD തോമസ് അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റതിൽ തുടരന്വേഷണത്തിന് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്നലെ ഈ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി തന്നെ AD തോമസിനെ പോലെ ഉള്ളവർ അടക്കം നിയുക്ത MLA-മാരൊക്കെ എത്തുകയും ചെയ്തിരുന്നു. അതിൽ AD തോമസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് ആദ്യം AD തോമസിന്റെ വാക്കുകൾ കേൾക്കാം. ഞങ്ങൾ ഈ തീരുമാനത്തെ കേരളത്തിലെ പൊതുജനങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം തെരുവിൽ ആക്രമിക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരുടെ എല്ലാം പോരാട്ടത്തിന്റെ ഒരു പ്രതീകമായിരുന്നു ഈ നിയമ പോരാട്ടം. അതിനെ അന്നത്തെ LDF സർക്കാർ അവജ്ഞയോടെ പരിഹാസത്തോടെയാണ് കണ്ടത്. അതിനെ ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു. ഇന്ന് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഒരു അന്വേഷണം നടത്തി നിയമപരമായ നടപടിയിലേക്ക് പോകുന്നതിൽ വലിയ സന്തോഷം ഞങ്ങൾ രണ്ടുപേർക്കുമുണ്ട്. ഇപ്പോൾ എന്റെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെ എന്റെ ഒരു വ്യക്തിപരമായ മികവിലാണെന്നോ അങ്ങനെ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇപ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രാപ്തിയില്ലാതെ സമരം ചെയ്തതിന്റെ പേരിൽ അടികൊണ്ട് തല തല്ലിപ്പൊളിക്കപ്പെട്ട് ഇപ്പോഴും കിടപ്പിലായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതീകമായി, അവരുടെ ഒരു ബിംബമായി എന്നെ ഐക്യജനാധിപത്യ മുന്നണി കോൺഗ്രസ് പാർട്ടി മത്സരിപ്പിച്ചതാണ്. അപ്പോൾ ആ ചെറുപ്പക്കാർ തെരുവിൽ ചിന്തിയ ചോരയ്ക്ക് ആ കേരളത്തിലെ ജനങ്ങൾ കണക്ക് ചോദിച്ചതാണ് എന്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് എന്റെ ഒരു വിജയമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുബോധത്തിന്റെ ഒരു ആത്മരോഷത്തിന്റെ പുറത്തുണ്ടായ ഒരു വിജയമായിട്ടാണ്. അത് വളരെ വിനയത്തോടെ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇതിനെ കാണുന്നത്. യെസ്, ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്തൊക്കെ ന്യായീകരണം, രക്ഷാപ്രവർത്തനം എന്നൊക്കെ വിശേഷിപ്പിച്ചാൽ പോലും AD തോമസ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ദൃശ്യങ്ങൾ തന്നെയാണിത്. അതായത് സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനപ്പുറവും ചെയ്യും എന്ന ചില പോലീസുകാരുടെ മനോഭാവം തന്നെയാണ്. ഇതിപ്പോൾ നാളെ VD സതീശന്റെ പോലീസിനും ഉണ്ടാകാൻ പാടില്ല എന്നൊന്നുമില്ല. അങ്ങനെയെങ്കിൽ അതും തീർച്ചയായും വാർത്തയിൽ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഈ കരിങ്കൊടി കാണിക്കുക, പ്രതിഷേധിക്കുക, ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എപ്പോഴും തുടരേണ്ട ഒന്ന് തന്നെയാണ്. അല്ലാതെ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്ന രാജഭരണം ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ ഉള്ളത്. ഇവിടെ ഇതാ 2 പ്രവർത്തകർ, അതിലൊരാളിപ്പോൾ MLA ആണ്. AD തോമസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ കരിങ്കൊടി കാണിക്കുന്നു. അവിടെ ആ പോലീസ് സംവിധാനം വളരെ കൃത്യമായി അവരെ കീഴടക്കി കഴിഞ്ഞു. അതിനുശേഷമാണ് സുരക്ഷാ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അതും ബോധപൂർവമായി തന്നെ അടിക്കുന്നു. സാധാരണ ലാത്തി പ്രയോഗത്തിനൊക്കെ നമ്മുടെ പോലീസിൽ ചില ചട്ടങ്ങളുണ്ട്. അല്ലാതെ ആരുടെയും നേരെ ഏത് തരത്തിലുമൊക്കെ പ്രയോഗിക്കാവുന്ന ഒന്നല്ല പോലീസിന്റെ കയ്യിലിരിക്കുന്ന ലാത്തി. അവിടെ കോടതി തന്നെയാണ് ഇതിലൊരു പുനരന്വേഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ കോടതി ഉത്തരവിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആണ് പുനരന്വേഷണത്തിലേക്ക് പോകുന്നത് എന്നാണ് ഇന്നലെ VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിന് മുറിവേറ്റ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയമായിട്ടല്ല വിഷയത്തെ നോക്കിക്കാണുന്നത് എന്ന് പറയുമ്പോഴും രാഷ്ട്രീയം ചേർത്തുകൊണ്ട് നോക്കിക്കണ്ടാൽ പോലും ഉടൻ ഇതിൽ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നും ഉടൻ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുമെന്നും ഒരുപക്ഷെ ഈ പോലീസുകാർക്കെതിരെ നടപടി വേഗത്തിലുണ്ടാകും എന്നുമല്ലേ പ്രതീക്ഷിക്കേണ്ടത് വിനോദ്? അഭിലാഷ്, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇതിലെ നീതികേട് ചോദ്യം ചെയ്യപ്പെട്ടതാണ്. കാരണം അന്ന് ഈ AD തോമസും മറ്റൊരു പ്രവർത്തകനും മാത്രമാണ് അവിടെ ഉള്ളത്. നമ്മൾ ധാരാളം കരിങ്കൊടി പ്രതിഷേധങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും പോലീസിൻ്റെ ഈ മർദ്ദനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി VD സതീശൻ്റെ പോലീസായിരുന്നാലും ചെന്നിത്തലയുടെ പോലീസായിരുന്നാലും SFIക്കാരെ അങ്ങനെ തള്ളണം എന്നല്ല. കാരണം ഇത്തരം സമരങ്ങളെ കൈകാര്യം ചെയ്യുന്നൊരു രീതിയുണ്ട്. അവിടെ ഒരു ആൾക്കൂട്ടമോ അക്രമാസക്തമായ നിലയോ ഒന്നും തന്നെ ഇല്ല. 2 പ്രവർത്തകരാണുള്ളത്. അവരെ ഒരു പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ ഇത്രയും പോലീസുകാരുള്ളിടത്ത് അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഒരു പ്രകോപനവുമില്ലാതെ ചാടിയിറങ്ങി ഇത്തരത്തിലുള്ളൊരു മർദ്ദനം നടത്തിയത്. ആ കൂട്ടത്തിലുള്ള ചില പോലീസുകാർ തന്നെ ഇവരെ തടയുന്നതും നമുക്ക് കാണാം. ഈ മർദ്ദിക്കുന്ന പോലീസുകാരെ തടയുന്നതും കാണാം. അവിടെയും നിന്നില്ല. ഇതിൻ്റെ ഏറ്റവും ഒരു എക്സ്ട്രീം ലെവൽ എന്നത് മുഖ്യമന്ത്രിയുടെ വിശദീകരണമായിരുന്നു. അക്കാര്യത്തിൽ ഇത് രക്ഷാപ്രവർത്തനമായിരുന്നു. ബസ്സിന് മുന്നിൽ അവർ വീഴാതെ അവരുടെ ജീവൻ രക്ഷിക്കാൻ പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഇങ്ങനെ മണ്ടക്കിട്ട് അടിക്കുന്നത്, തലയ്ക്ക് അടി കൊടുക്കുന്നത് ഒരു രക്ഷാപ്രവർത്തനമായിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിചിത്രമായ ഒരു വിശദീകരണമാണ് ഇതിന് പിന്നാലെ നമ്മൾ കേട്ടത്. അങ്ങനെ വിശദീകരിച്ചുവെന്ന് മാത്രമല്ല, അദ്ദേഹം ആവർത്തിച്ചുള്ള വാർത്താ സമ്മേളനങ്ങളിൽ ഇത് രക്ഷാപ്രവർത്തനം തന്നെ എന്ന
വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിൻ്റെ പരിണതഫലം എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് കണ്ടതാണ്, ഈ തെരഞ്ഞെടുപ്പോടുകൂടി കണ്ടതാണ്. പക്ഷേ ഇത്തരം നടപടികളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് ജനങ്ങളുടെ പ്രതികരണമായി മാറും, അത് സർക്കാർ വിരുദ്ധ നിലപാടുകളായി മാറും. ഇതെല്ലാം തന്നെ തിരിച്ചറിയാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നോ എന്നതാണ്, മുൻ സർക്കാരിന് കഴിഞ്ഞിരുന്നോ എന്നതാണ്. പക്ഷേ ഇവിടെ ഈ സർക്കാർ, വി ഡി സതീശൻ ആദ്യം തന്നെ പറഞ്ഞത് ഇവിടെ അവരുടെ കുട്ടികളെ തല്ലിയത് അവർ മറക്കില്ല എന്നൊരു കാര്യമാണ്. അത് പ്രഖ്യാപനത്തിലുണ്ട്. കാരണം ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ, ചില ആശമാർക്കുള്ള വേതന വർധന, ഈ അംഗനവാടി പാചക തൊഴിലാളികൾ അവർക്കുള്ള വേതന വർധന, ഇതെല്ലാം പ്രഖ്യാപിക്കുന്ന, സൗജന്യ ബസ് യാത്ര, ഇതെല്ലാം പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ പറയുന്നു ഈ സംഭവവും പുനരന്വേഷിക്കും. അതിനകത്ത് മറ്റൊരു സംശയം വേണ്ട, വേറൊരു ചിന്ത വേണ്ട. ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോഴത്തെ സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിന് മുന്നോടിയായി ഒരു റിപ്പോർട്ട് വാങ്ങുക എന്നതാണ്, ഒരു അന്വേഷണം നടത്തുക എന്നതാണ്. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി തുടർ നടപടികളിലേക്ക് പോവുക എന്നത് തന്നെയാണ് ഈ സർക്കാരിന് മുന്നിലുള്ള കാര്യം. പഴയ കോൺഗ്രസ് ആയിരിക്കില്ല പുതിയ കോൺഗ്രസ് എന്ന് വി ഡി സതീശൻ പറഞ്ഞു കഴിയുകയും ചെയ്തു. ഏതായിരുന്നാലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അന്ന് ഇത്രയും വലിയ അക്രമം നടത്തേണ്ടിയിരുന്നോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് ഒരു ഷൂ എയർ നടക്കുന്നു. അതിന് സമീപത്തുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ ആത്മഹത്യ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തത്. എറണാകുളത്തെ സംഭവത്തിലാണ് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലെ പെൺകുട്ടിക്ക് നേരെ എടുത്തത്. കൊലക്കുറ്റത്തിനാണ് കേസ് ചുമത്തിയത്. ഒരു റബ്ബർ ഷൂ ഈ ബസ്സിലേക്ക് പുറത്തുനിന്ന് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എറിയുന്നു. കുറേ മാറി ഈ മാധ്യമപ്രവർത്തകർ നിൽക്കുന്നു. ആ ഫ്രെയിമിൽ മാധ്യമപ്രവർത്തക വന്നുപോയി. അതിൻ്റെ പേരിൽ മാത്രം മാധ്യമപ്രവർത്തകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയതാണ് കഴിഞ്ഞ സർക്കാർ. അത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് പോലീസിംഗിൽ മാറ്റം വരേണ്ടത്. പോലീസ് ഒരുപക്ഷെ ഇതെല്ലാം പ്രഷറിൽ ചെയ്യുന്നതായിരിക്കാം. കാരണം മുകളിൽ നിന്നുള്ള നിർദ്ദേശം, അതിൻ്റെ സമ്മർദ്ദം, അതുവഴി തങ്ങൾക്ക് വീഴ്ചയുണ്ടായാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, ജോലി പോകുമോ എന്നൊക്കെയുള്ള ഭീതി, ആശങ്ക, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരം, ഇതെല്ലാം തന്നെ വലിയൊരു പ്രഷറായി മാറുന്നു. ആ പ്രഷർ അവർ ഇങ്ങനെയൊക്കെ തീർക്കുന്ന നിലയിലേക്ക് വരുന്നു. അത് ഒരു കൂട്ടം പോലീസുകാർ. മറ്റൊന്ന്, അധികാരത്തിൻ്റെ തണലുണ്ട്, അതുകൊണ്ട് തങ്ങൾക്ക് എന്തുമാകാം എന്ന് വിചാരിക്കുന്ന ഒരു സംഘം പോലീസുകാർ. അവർക്കൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇനിയുള്ള അന്വേഷണം, അത് പുതിയൊരു സംവിധാനം, ഒരു സർക്കാർ രാഷ്ട്രീയമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോവുക എന്നത്. അപ്പോഴും പറയുന്നു, SFIയുടെ സമരങ്ങൾ ഇനിയുണ്ടാകും, DYFIയുടെ സമരങ്ങൾ ഇനിയുണ്ടാകും, യുവമോർച്ചയുടെ സമരങ്ങൾ ഇനിയുണ്ടാകും. അങ്ങനെ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പോലീസ് ഇങ്ങനെ കൈകാര്യം ചെയ്താലും അത് കാടത്തമായിരിക്കും. അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കും. അതിൽ ഒരു തർക്കവും വേണ്ട അഭിലാഷ്. യെസ്, അതാണ്. അതായത് സാധാരണക്കാരായ ജനങ്ങളുടെ സ്വത്തിന്, ജീവന് സംരക്ഷണം ഒരുക്കേണ്ടവർ ആണ് പോലീസ്. അവിടെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരുമ്പോൾ അവർ വാഹനത്തിന് മുന്നിലേക്ക് ചാടാതെ അവരെ രക്ഷിച്ചു. അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം എന്തായാലും വിചിത്രമാണ്. അതുമാത്രവുമല്ല, പോലീസ് കീഴടക്കി പിന്തിരിഞ്ഞവരെയാണ് വളരെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇത്രമേൽ ക്രൂരമായി മർദ്ദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത് കേരള മനസാക്ഷിക്ക് യോജിക്കാൻ പറ്റാത്ത ഒന്നായി മാറിയത്. ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനം തന്നെ ആയിരിക്കണം AD തോമസിനെ പോലെ ഒരാളെ നിയമസഭയിലേക്ക് എത്തിച്ചത് എന്ന് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്ന പശ്ചാത്തലം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇനി എന്തായിരിക്കും സർക്കാർ നിയോഗിക്കാൻ പോകുന്ന പ്രത്യേക അന്വേഷണ സംഘം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT കണ്ടെത്താൻ പോകുന്നത്, എന്ത് റിപ്പോർട്ടാണ് നൽകാൻ പോകുന്നത്, ഇത്തരം പോലീസുകാർക്കെതിരെ എന്ത് നിയമ നടപടി സ്വീകരിക്കും, അതെല്ലാം ഒരുപക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹം വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടേക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.